കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയാൻ പോവാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഞാൻ കഥ പറയാം. ബംഗാളിലെ ഒരു രാജാവ് 7 തവണ വിവാഹം കഴിച്ച്. രാജ്ഞിമാരായി കൊട്ടാരത്തിലെത്തിയ 7 യുവതികളും സുന്ദരികളായിരുന്നു. അതിൽ ഏറ്റവും സൗന്ദര്യം ഉണ്ടായിരുന്നത് ഇളയ രാജ്ഞിക്കായിരുന്നു. സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും ആ രാജ്ഞിയായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. ഇളയ രാജ്ഞി രാജാവിനെ ശ്രദ്ധിക്കുന്നതിലും രാജ്യകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കുന്നതിലും ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന് അവളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൾക്ക് ആഡംബരങ്ങളോടോ ധനത്തിനോടോ ഒന്നും വലിയ ആർത്തിയും ഇഷ്ടമൊന്നുമില്ലായിരുന്നു. അതൊക്കെ കൊണ്ട് രാജാവിന് അവളോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. രാജാവ് അവളോടൊത്ത് സമയം ചെലവഴിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെ ഇരിക്കെ ഈ മൂത്ത രാജ്ഞിമാർക്ക് ഇത് ഭയങ്കര അസൂയ ഉളവാക്കി. അവരൊരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറയും, അവളെ രാജാവ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതോടെ നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഏതു വിധേനയും ഇളയ രാജ്ഞിയെ ഇവിടുന്ന് ഒഴിവാക്കണം. അതിനായിട്ട് എന്ത് നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, അവളെ നമുക്ക് രാജാവിൽ നിന്ന് പിരിക്കണമെന്ന് പറയും. രാജാവിന് വിവാഹം കഴിച്ച് 6 തവണ വിവാഹം കഴിച്ചിട്ടും രാജാവിന് ഒരു സന്താനഭാഗ്യം ലഭിച്ചിരുന്നില്ല. ദൈവം ഒരു സന്താനഭാഗ്യം രാജാവിന് കൊടുത്തില്ല. രാജാവ് 6 തവണ വിവാഹം കഴിച്ചപ്പോഴും രാജാവ് ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയുമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ രാജാവിന് സന്താനഭാഗ്യം ലഭിച്ചില്ല. രാജാവിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു. രാജാവ് ഒരുപാട് വഴിപാടുകൾ നടത്തുകയും നിരവധി അമ്പലങ്ങളിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടും രാജാവിന് സന്താനഭാഗ്യം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് രാജാവ് 7ാമത് വിവാഹം ചെയ്യുന്നത്. 7ാമത് ഇളയരാജ്ഞിയെ കൊണ്ടുവന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇളയരാജ്ഞി ഗർഭിണിയായി. ഈ വിവരം അറിഞ്ഞ് രാജാവിനും അതിയായ സന്തോഷം തോന്നി. അതുപോലെ തന്നെ പ്രജകളെല്ലാവരും സന്തോഷത്തിൽ ആനന്ദ നൃത്തമാടുകയും പാട്ട് പാടുകയൊക്കെ ചെയ്ത് അവരെല്ലാവരും ഉത്സവം തന്നെ കൊണ്ടാടി. കാരണം രാജാവിനൊരു പിൻഗാമി വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ പ്രജകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ. അങ്ങനെ ഇരിക്കെ ഈ മൂത്ത രാജ്ഞിമാരെല്ലാവരും കൂടെ ഒരു യോഗം വിളിച്ചു കൂട്ടും. ആ യോഗത്തിൽ പറയും, രാജാവിന് ഇനി പുത്രനോ അല്ലെങ്കിൽ ഒരു പുത്രിയോ ആണ് ജനിക്കുന്നതെങ്കിൽ അവർ രാജാവോ അല്ലെങ്കിൽ രാജ്ഞിയോ ആകും. അതുകൊണ്ട് രാജകുമാരിയോ ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടാണേലും അവരെ തമ്മിൽ രാജാവിൻ്റെ അടുത്ത് നിന്ന് ഇവളെ എങ്ങനെയെങ്കിലും അകറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഉടനെ തന്നെ എന്ന് പറയും. അപ്പം 2ാമത്തെ രാജ്ഞി പറയും, ഞാനൊരു വഴി പറയാം, പക്ഷെ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നടക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്തുവാന്ന് ചോദിക്കുമ്പം ഇവള് പറയും, രാജാവ് പ്രസവ ശുശ്രൂഷക്ക് ആളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു പദ്ധതി ചെയ്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഇവർ രാജാവിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ രാജാവ് ഒരു പേറ്റിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ഈ രാജ്ഞിമാർ ചെന്നിട്ട് പറയും, രാജാവെ, ഞങ്ങൾക്ക് കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. രാജാവ് വേറൊരു പേറ്റിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിന്ന് ആ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാജാവിന് വലിയ സന്തോഷമാകും. തൻ്റെ ഭാര്യമാർക്ക് ഒരു അസൂയയില്ലല്ലോ, ഭയങ്കര സ്നേഹമാണല്ലോ ഇളയരാജ്ഞിയോടെന്നൊക്കെ കരുതി രാജാവ് പറയും, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അവളുടെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് രാജാവ് അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതിന് ശേഷം രാജാവ് ദേശാടനത്തിന് പോകും. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പം ഈ ഇളയരാജ്ഞിക്കും മൂത്ത രാജ്ഞിമാരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവർ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ സത്യമാണെന്ന് ഈ രാജ്ഞി തെറ്റിദ്ധരിച്ച്. അങ്ങനെ രാജ്ഞിക്ക് ഇതൊന്നും മനസ്സിലാകാതെ രാജ്ഞി അവരോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ രാജ്ഞിക്ക് ഭയങ്കരമായിട്ട് പ്രസവവേദന വരും. അങ്ങനെ കട്ടിലിൽ കിടന്ന് ഞെരിവിൽ കൊള്ളുന്ന സമയത്ത് മൂത്ത രാജ്ഞിമാരെല്ലാവരും കൂടെ ചുറ്റും കൂടും. എന്നിട്ട് വാതിലെല്ലാം അടച്ചു പൂട്ടിയിട്ട് അവർ പറയും, നമ്മൾ പ്രതീക്ഷിച്ചിട്ടിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ കൊണ്ടുപോയി കളയണമെന്ന് പറയും. അങ്ങനെ ജനിച്ച് കുട്ടി വരുമ്പോൾ തന്നെ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് അവർ ഉദ്യാനത്തിലേക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്ന് ഒരു
കുഴി കുഴിച്ചതിന് ശേഷം ആ കുഴിക്കകത്ത് ആ കുട്ടിയായിട്ട് മണ്ണിട്ട് മൂടും. അങ്ങനെ അത് കഴിഞ്ഞവർ തിരിച്ച് കൊട്ടാരത്തിലെത്തി നോക്കുമ്പോൾ കാണുന്നത് രാജ്ഞിയുടെ അടുത്ത് 6 കുട്ടികൾ കിടക്കുന്നതാണ്. അപ്പം ഈ 6 കുട്ടികളെയും കൊണ്ടുചെന്ന് വീണ്ടും ഒരു കുഴി കുഴിച്ച് മൂടിയിട്ട് അവർ തിരിച്ചു വന്ന് ആ രാജ്ഞിയുടെ അടുത്ത് കുറച്ച് പട്ടിക്കുട്ടികളെ കിടത്തും. അങ്ങനെ അവർ പട്ടിക്കുട്ടികളെ കിടത്തിയിട്ട് രാജ്ഞിയുടെ അടുത്ത് നിൽക്കുവാണ്. അപ്പോൾ ആ സമയത്ത് രാജാവ് രാജ്ഞി പ്രസവിച്ച വിവരം അറിഞ്ഞുകൊണ്ട് രാജാവ് അവിടേക്ക് വരുവാണ്. രാജാവ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ രാജാവ് ഭയങ്കര സന്തോഷത്തിൽ വന്ന് രാജ്ഞിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ രാജ്ഞിയുടെ അടുത്ത് കിടക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളെ കാണും. അപ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. അപ്പോൾ ആ സമയത്ത് ഈ രാജ്ഞി കണ്ണു തുറന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ചോദിക്കും, രാജാവേ, അങ്ങയുടെ മുഖച്ചായാണോ അതോ എൻ്റെ മുഖച്ചായാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം രാജാവ് പറയും, നീ തന്നെ കണ്ണു തുറന്ന് നോക്കാൻ പറയും. ദേഷ്യത്തിൽ ഭയങ്കരമായിട്ട് രാജാവ് ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പം രാജ്ഞി ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് രാജ്ഞിയുടെ അടുത്ത് കിടക്കുന്നത് കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ രാജ്ഞിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. രാജ്ഞി ഉരുകിക്കൊണ്ട് കരയാൻ തുടങ്ങും. അങ്ങനെ കരഞ്ഞിരിക്കെ രാജാവ് പറയും, ഇനി ബംഗാളിലെ എല്ലാ ആൾക്കാരും പറയും ബംഗാളിലെ രാജാവിന് കിട്ടിയിരിക്കുന്നത് പട്ടിക്കുഞ്ഞുങ്ങളെയാണെന്ന്. അതുകൊണ്ട് നീയും നിന്റെ പട്ടിക്കുഞ്ഞുങ്ങളും കൂടെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകാൻ പറഞ്ഞുകൊണ്ട് രാജാവ് അവരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ഉത്തരവിടും. അപ്പോൾ ഇതെല്ലാം കേട്ട് മൂത്ത രാജ്ഞിമാർ അടുത്ത് തന്നെ നിൽക്കുവാണ്. അവർക്കിതിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. അവരുടെ കാര്യം വിജയിച്ചല്ലോ, അവരുടെ പദ്ധതിയെല്ലാം വിജയിച്ചല്ലോ എന്ന് വിചാരിച്ചവർ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. അങ്ങനെ ഈ രാജ്ഞിയെ രാജകൊട്ടാരത്തിന് പുറത്താക്കും. അങ്ങനെ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു പോകും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം രാജാവിൻ്റെ ഉദ്യാനത്തിൽ ഒരു തോട്ടക്കാരൻ പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെമ്പകമരം നിൽക്കുന്നതാണ്. അതുവരെ അവിടെ അങ്ങനെ ഒരു ചെമ്പകമരം ആ കൊട്ടാരത്തിലൊന്നും നിൽപ്പില്ലായിരുന്നു. പെട്ടെന്നൊരു ചെമ്പകമരം അവിടെ നിൽക്കുന്നതാണ്. ആ ചെമ്പകമരത്തിൽ 7 പൂക്കളുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അത് ആരെയും ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള മണം പരത്തുന്ന നല്ല ഒരു ചെമ്പകം പൂക്കളാണ് അതിൽ വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പം തോട്ടക്കാരൻ അത് പറിക്കണമെന്ന് ആഗ്രഹം തോന്നും. തോട്ടക്കാരൻ അത് പറിക്കാൻ വേണ്ടി കൈ നീട്ടുകയും ചെമ്പകപ്പൂക്കൾ തെന്നി മാറും കയ്യിൽ നിന്ന്. അപ്പം ചെമ്പകമരം പറയും, ഇത് പറിക്കാൻ രാജ്ഞിമാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, രാജാവിനോട് ചെന്ന് പറയാൻ പറയും. അങ്ങനെ ഈ തോട്ടക്കാരൻ ചെന്ന് രാജാവിൻ്റെ അടുത്ത് ഈ വിവരം പറയും. അപ്പം രാജാവ് വന്ന് പറിക്കാൻ നോക്കും. അപ്പോഴും ഇത് തെന്നി മാറും. അപ്പം രാജാവ് നിരാശനായിട്ട് നിൽക്കുമ്പോൾ ഈ ചെമ്പകമരം പറയും, രാജാവെ, അങ്ങ് നിരാശപ്പെടേണ്ട, അങ്ങയുടെ ഒരു ഭാര്യമാർക്ക് ഒരു പത്നിക്ക് ഇത് പറിക്കാൻ സാധിക്കും, ഒരു രാജ്ഞിക്ക് മാത്രമേ ഇത് പറിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവരെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ രാജാവ് 1ാമത്തെ രാജ്ഞിയെ കൊണ്ടുവരും, മൂത്ത രാജ്ഞിയെ കൊണ്ടുവരും. അവളത് പറിക്കാൻ വേണ്ടി കൈ നീട്ടി ഈ ചെമ്പകമരം നേരെ മേളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെ 2ാമത്തെ ഭാര്യ വരും, 3ാമത്തെ രാജ്ഞി വരും. അങ്ങനെ 6 രാജ്ഞിമാരും വരും. പക്ഷെ ആർക്കും അത് പറിക്കാൻ സാധിക്കത്തില്ല. അപ്പം ചെമ്പകമരം പറയും, രാജാവെ, നിങ്ങൾ നിരാശപ്പെടേണ്ട, ഇത് പറിക്കാൻ ഒരാളെ കൊണ്ടേ സാധിക്കത്തുള്ളൂ, അത് ഇളയ രാജ്ഞിയാണ്, ആ രാജ്ഞി ഉടനെ തന്നെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ രാജാവാണെങ്കിൽ അവളെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തോട്ട് ഇറക്കി വിട്ടിരിക്കുക, രാജ്യത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക. അപ്പം അവിടെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഭടന്മാരെ പല സ്ഥലത്തേക്ക് വിടും, 4 ദിക്കിലേക്കും വിടും. അങ്ങനെ ഭടന്മാരെല്ലാവരും കൂടെ ചേർന്ന് പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരയുമ്പോഴത്തേക്ക് ഒരു ചെറ്റക്കുടിൽ നിന്ന് അവളെ കിട്ടും. അപ്പോൾ അവളാണെങ്കിൽ ആകെ എല്ലും തോലുമായി, ശരീരമൊക്കെ വണ്ണം കുറഞ്ഞ് മുഖമൊക്കെ മാറി ആകെ പ്രാകൃതമായി നിൽക്കുക. അപ്പോൾ രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ രാജാവ് ഇത് കാണുമ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. കാരണം രാജാവ് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു ഭാര്യയായിരുന്നു. അപ്പോൾ ഈ അവളുടെ ആ ശരീരവും അവളുടെ ദേഹത്തെ വണ്ണം കുറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയെ കാണുമ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. പക്ഷേ രാജാവ് അത് മുഖത്ത് ഭാവിക്കാതെ രാജാവ് പറയും, നീ ആ ചെമ്പമരത്തിൻ്റെ പൂക്കൾ പറിക്കാൻ പറയും. അങ്ങനെ രാജ്ഞി കൈ നീട്ടിയ ഉടനെ തന്നെ ചെമ്പമരത്തിലെ പൂക്കൾ 7 പൂക്കളും രാജ്ഞിയുടെ കയ്യിലേക്ക് വന്ന് വീഴും. അത് പെട്ടെന്ന് തന്നെ 7 കുട്ടികളായിട്ട് മാറും. 6 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അപ്പം ഒരു രാജ്ഞിയും 6 രാജകുമാരന്മാരും ആയിരുന്നു. അപ്പം ഈ
രാജാവിൻ്റെ പുത്രന്മാരായി ജനിച്ച കുട്ടികൾ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ അമ്മയുടെ മക്കളാണ് ഞങ്ങൾ ജനിച്ച ഉടനെ തന്നെ ഞങ്ങളുടെ വല്യമ്മമാർ എടുത്തുകൊണ്ട് പോയി പറമ്പിൽ ഉദ്യാനത്തിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. അമ്മയോടുള്ള ദേഷ്യം കാരണമാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് അടുത്ത് രാജാവും നിൽപ്പുണ്ട്. അപ്പോൾ രാജാവിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. രാജാവ് ഉടനെ തന്നെ പറയും, ആ മൂത്ത രാജ്ഞിമാരെ ഉടനെ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് അവരെ തല മുണ്ടനം ചെയ്ത് കഴുതപ്പുറത്തിരുത്തി ചാണകം മെഴുകി തലയിൽ മുട്ടടിച്ചോടെ ചാണകമൊക്കെ മെഴുകിയിട്ട് കഴുതപ്പുറത്തിരുത്തി അവരെ ഈ നാട് കടത്തി വിടണമെന്ന് പറയും. അങ്ങനെ അവരെ നാട് കടത്തി വിടും. അതിനുശേഷം രാജാവും രാജാവിൻ്റെ പുത്രന്മാരും അതുപോലെ രാജകുമാരിയും രാജ്ഞിയൊക്കെ ആയിട്ട് രാജാവ് നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവും. അങ്ങനെ അവിടെ ചെന്ന് അവർ രാജ്യഭരണങ്ങളൊക്കെ നോക്കി കുറേ കാലം സന്തോഷത്തോടെ ജീവിക്കും, ഒരുമിച്ച് ജീവിക്കും. അപ്പം ഇതൊരു വലിയ കഥയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ.